നമസ്കാരം. ഞാനിത് സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി കലാമേള, കുട്ടികളുടെ കലാമേള ഉദ്ഘാടനം ചെയ്യുകയാണ്. അതുമാത്രമല്ല, അവിടെ സുരേഷ് ഗോപി സ്റ്റേജിലേക്ക് ചെല്ലുകയാണ്. മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെല്ലുന്നു, മുഖ്യമന്ത്രി തൊഴുന്നു, മന്ത്രിമാർ, ബിന്ദു മന്ത്രിയുണ്ട് എണീക്കുന്നു, മറ്റ് മന്ത്രിമാർ തൊഴുന്നു. അങ്ങനെ വളരെ നാടകീയമായ ഒരു ഗം പ്രോഗ്രാം, നമ്മളെ ഏഷ്യാനെറ്റ് ന്യൂസിൽ കാണുന്നൊരു ഗം പരിപാടിയുടെ ഒരു ഗരിമ ഉണ്ട് അതിനകത്ത്. അതല്ല നമ്മുടെ വിഷയം, അതല്ല. അവിടെ മുഖ്യമന്ത്രി, ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു കുഴപ്പമുണ്ട്. എനിക്കും ഈ കുഴപ്പം പണ്ടുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. ഞാൻ മിനിങ്ങാന്ന് GS പ്രദീപിൻ്റെ ഒരു ടോക്ക് കേട്ടായിരുന്നു, 2 മിനിറ്റ്. അതുവഴി പോയപ്പോഴാണ്, ഞാൻ നിന്ന് കേൾക്കത്തില്ല, കാരണം നിന്ന് കേൾക്കാൻ കൊള്ളാവുന്നൊരു വ്യക്തിത്വമല്ല GS പ്രദീപ് എന്നെ സംബന്ധിച്ച്. വേറെ കാര്യങ്ങളുണ്ട്, അതിപ്പോൾ ഞാൻ ചർച്ച ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ അതുവഴി പോയപ്പോൾ 2 കാര്യം ഞാൻ കേട്ടു. അതിന് തൊട്ടുമേ സംസാരിച്ചത് ഷിജു ഖാൻ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്, ഡോക്ടർ ഷിജു ഖാൻ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശബ്ദം കേട്ടപ്പോൾ അക്ഷര ലാൽ സലാം നിർത്തുകയാണ്, പരിപാടി നിർത്തുകയാണ്. എങ്ങനെ ഒരു പ്രസംഗം അവസാനിപ്പിക്കുന്നതാണ്. അക്ഷര ലാൽ സലാം എല്ലാവർക്കും. എന്താണ് ഈ സാധനം? ലാൽ സലാം ഓക്കെ, അക്ഷരമേറെ, അക്ഷര ലാൽ സലാം അതെന്താണ് സാധനം? ഇതുവരെ ഡിക്ഷണറിയിൽ കിട്ടിയിട്ടില്ല. പുതിയ പുതിയ വാക്കുകളൊക്കെ അവർ തരുന്നുണ്ട്. അത് ആരെങ്കിലും അറിയാമെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അക്ഷര ലാൽ സലാം. അടുത്ത ആൾ പ്രസംഗിക്കുകയാണ്, പ്രണയത്തെക്കുറിച്ചാണ് പ്രസംഗം. കടുകട്ടി വാക്കുകൾ കേട്ടിട്ട് ശരിക്കും വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. ആര്? പ്രദീപിൻ്റെ. ഇവരുടെ ഒരു കുഴപ്പമുണ്ട്, ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാരായ സാഹിത്യകാരന്മാർക്കൊക്കെ ഒരു കുഴപ്പമുണ്ട്. മുമ്പ് ഇരിക്കുന്ന ആര് എന്ന് നോക്കാതെ ഇവരങ്ങോട്ട് വരട്ട് തത്വവാദം അടിക്കും, ശങ്കരാടി മോഡലിൽ. അപ്പോൾ കൊച്ചുകുട്ടികൾ കലയുടെയും പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും സൗന്ദര്യം കാണാൻ നമ്മുടെ അപ്പൂപ്പൻ്റെ പ്രായമുള്ള 19 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ വന്നു നിന്ന് കലയെയും സാഹിത്യത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ ഇടയ്ക്ക് സംഘപരിവാർ, രാമൻ, സീത, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഹിജാബ്, പിന്നെ മലയരയന്മാർ, അയ്യപ്പൻ ആരായിരുന്നു, വേദി അറിഞ്ഞ് വിളമ്പണ്ടേ പ്രിയപ്പെട്ട പിണറായി വിജയൻ സാറേ? നിങ്ങൾ AKG സെൻറ്ററിൻ്റെ പഠന കോൺഗ്രസ്സിൽ പോയിട്ട് അവിടെ ഇതൊക്കെ അടിച്ചാൽ നല്ല രസമായിരിക്കും. ഭയങ്കര അടിയല്ലേ അടിക്കുന്നത്, രസമല്ല. അല്ലെങ്കിൽ നമ്മൾ EMS അക്കാഡമിയിൽ സഹാക്കളിരിക്കുന്നു, ഇത് അടിച്ച് കയറണം. അവിടെ മറ്റത് പറയരുത്. ഇവിടെ നിങ്ങൾ 2 പാട്ട് പാടുകയോ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള 2 നുണക്കഥ പറയുകയോ, കാറൽ മാർക്സിൻ്റെ കഷ്ടപ്പെട്ട കഥ വേറെ പറയണ്ട, രാമൻ്റെ സീതയുടെയും കഥയൊന്നും പറയണ്ട. അത് പറഞ്ഞാൽ പിള്ളേർ ചിലപ്പോൾ അതിലോട്ടൊക്കെ ചിന്തിച്ച് കൂടുതൽ വായിച്ചു പോയാലോ, നന്നായി പോയാലോ പിള്ളേർ, അതൊന്നും പഠിപ്പിക്കരുത്. കാറൽ മാർക്സിൻ്റെ കഷ്ടപ്പെട്ട കഥയോ, അദ്ദേഹം വീട്ടിലിരുന്ന് പുസ്തകം എഴുതിയ കഥയോ, നിങ്ങളും അതുപോലെ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ ഉണ്ടെങ്കിലും പുസ്തകം എഴുതും, എത്ര മനോഹരമായിരിക്കും. അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കഥയോ, ഗലീലിയോയുടെ കഥയോ, അല്ലെങ്കിൽ നെല്ലിക്കാണോ ആപ്പിൾ തലയിൽ വീണപ്പോൾ അത് കണ്ടുപിടിച്ച ഭൂഗുരുത്വാകർഷണം കണ്ടുപിടിച്ച, അങ്ങനെ കുഞ്ഞു കുഞ്ഞു നുറുങ്ങളൊക്കെ പറഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും. കുഞ്ഞു ബാല പിള്ളേർ ഇത് കഴിഞ്ഞാൽ, താങ്കളുടെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കലാപരിപാടിയാണ്. അവരിങ്ങനെ ഒരുങ്ങി ഇങ്ങനെ ശ്വാസം വിട്ട്, പല കുട്ടികളും മുഖത്തൊക്കെ ചായയൊക്കെ തേച്ച് ശ്വാസം വിട്ടിരിക്കുകയാണ് അടുത്ത കലാമേളയിൽ പങ്കെടുക്കുക. അവിടെ ഇത് കുത്തിക്കയറ്റും, ഈ വരട്ട് തത്വവാദം കുത്തിക്കയറ്റും. അതിൻ്റെ ഇടയിൽ കൂടെ താങ്കൾ പറഞ്ഞ 2 വാക്കുകളാണ് എന്നെ ആകർഷിച്ച് ഈ വീഡിയോ ചെയ്യുന്നത്. രാമനെന്നും സീതയെന്നും ജാനകിയെന്നും സീതയെന്നും സിനിമ ചെയ്യാൻ പറ്റാത്ത ലോകത്താണ് ഇവിടെ താമസിക്കുന്നത്. പറ്റൂല. കാറൽ മാർക്സ് കള്ളനാണെന്ന് പറഞ്ഞൊരു സിനിമ എടുത്താൽ മാർക്സിസ്റ്റുകാർ അനുവദിക്കുമോ? കാറൽ മാർക്സ് കള്ളനാണ്, പിന്തിരിപ്പനാണ്, EMS താന്തോന്നിയാണ്, പെണ്ണുപിടിയനാണ്, കുഴപ്പമാണ് എന്ന് പറഞ്ഞൊരു സിനിമ എടുത്താൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് വികാരം ഉണ്ടാവും. ഇനി നാളൊരു കാലത്ത് പിണറായി വിജയനെക്കുറിച്ച് വളരെ നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും വളരെ മോശമായൊരു സിനിമ വന്നാൽ വികാരം ഉണ്ടാവും കമ്മ്യൂണിസ്റ്റുകാർക്ക്. അവർ ബഹളം ഉണ്ടാക്കും, തിയേറ്ററിൽ പോയി ബഹളം ഉണ്ടാക്കും, അല്ലെങ്കിൽ സിനിമ ഇറങ്ങരുതെന്ന് പറയും. ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള കേരള സ്റ്റോറി എന്നൊരു പേര് വന്നപ്പോൾ നമ്മൾ എന്തൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ എവിടെയാണ് നമ്മൾ പോയത്? 1921 ഒരു സിനിമ വന്നപ്പോൾ നമ്മൾ എന്താണ് അദ്ദേഹത്തിൻ്റെ ഒരു രാമസിംഹംന, മറ്റേ നമ്മളൊരു അലി അക്ബറിനെ നമ്മൾ കൊല വിളിച്ചില്ലേ എല്ലാവരും കൂടി. ഇനി പോട്ടെ, മുഹമ്മദുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു വാക്ക് എഴുതിയതിനാണ് ഒരു പാവപ്പെട്ടവൻ്റെ കൈ, ഒരു സാറിൻ്റെ കൈ വെട്ടിക്കളഞ്ഞത്. കേരളത്തിലാണ്. എന്തുകൊണ്ട് കൈവെട്ടി? അത്രയും പോകാൻ പാടില്ലായിരുന്നു. ആ കൈവെട്ട് പ്രതിഷേധത്തിലേ പോകാൻ പാടില്ലായിരുന്നു. പക്ഷേ സ്വാഭാവികമായിട്ട് അവർക്കൊരു പ്രതിഷേധം വന്നത് എന്തുകൊണ്ടാണ്? മുഹമ്മദിനെ പറയുന്നത് കൊണ്ടാണ്. ക്രിസ്തു, കോടാനുകോടി ആളുകൾ ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരാണ്. ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പുസ്തകം എഴുതി, ക്രിസ്തു ഇന്ത്യയിൽ വന്നിരുന്നു, ക്രിസ്തുവും കൃഷ്ണനും ഒക്കെ ഇന്ത്യയിൽ വന്നിരുന്നു എന്നൊരു പുസ്തകം എഴുതി, ജീവിച്ചിരുന്നില്ല എന്നൊരു പുസ്തകം എഴുതി, അങ്ങനെ പല പല പുസ്തകം ഇടമറക് എഴുതി. പുസ്തകം ആളുകൾ ബുദ്ധിമുട്ടായി. ക്രിസ്തുവിൻ്റെ 6ാം തിരുമുറവെടുത്തു ആൻ്റണി, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായി. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആരാൻ്റെ അമ്മയ്ക്ക് വിളിക്കലല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ തന്തയ്ക്ക് പറയലല്ല. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ കോടാനുകോടി ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ആരാധനാമൂർത്തിയെ, ആരാധന സമ്പ്രദായത്തെ തള്ളിപ്പറയലല്ല. സിനിമയ്ക്ക് ജാനകി എന്ന് പേരിടാം,
പക്ഷെ കഥാപാത്രവും ജാനകിക്ക് തുല്യമായിരിക്കണം. സീത എന്ന പേരിടാം, കഥാപാത്രവും സീതയ്ക്ക് തുല്യമായിരിക്കണം. അപസാരികയുടെ കഥ പറഞ്ഞിട്ട് സീതയുടെ പേരിട്ടാൽ ആളുകൾ കൈവയ്ക്കും. രാമൻ എന്ന പേരിടാം, രാമൻ എന്ന പേരിട്ടിട്ട് ഗോവിന്ദച്ചാമിയുടെ കഥ കാണിച്ചാൽ ആളുകൾ കൈവയ്ക്കും. ഗോവിന്ദച്ചാമിയുടെ സിനിമ എടുത്തിട്ട് രാമൻ എന്ന കഥാപാത്രത്തിൻ്റെ പേരിട്ടാൽ ജനങ്ങൾക്ക് വികാരം വരുമെന്നേ. കാരണം ജനങ്ങൾ വിശ്വസിക്കുന്നൊരു വിശ്വാസ പ്രമാണം വേറെയാണെന്നേ. അവരുടെ വിശ്വാസ പ്രമാണത്തെ അംഗീകരിക്കലല്ലേ ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് എന്താണ്? അന്തസ്സായി ജീവിക്കണം. 21 ആർട്ടിക്കിൾ. മതത്തിനുള്ള സ്വാതന്ത്ര്യം, വിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസ പ്രമാണങ്ങളിൽ പറയുന്ന ആരാധനാ മൂർത്തികളെയും ആരാധനാ കഥാപാത്രങ്ങളെയും പവിത്രതയോടെ സംരക്ഷിക്കുവാനുള്ള ചുമതല കൂടി ആ സമൂഹത്തിനുണ്ട്. പണ്ട് ചിലപ്പോൾ ചോദ്യം ചെയ്യത്തില്ല. ഗോവയിൽ ഇൻക്വിസിഷൻ നടന്നപ്പോൾ ചോദ്യം ചെയ്തില്ല. ബ്രാഹ്മണന്മാരെല്ലാം കൂടെ വിഗ്രഹങ്ങൾ മാറിക്കൊണ്ട് കർണാടകത്തിലെയും തുളുവിലും മൈസൂറിലും കേരളത്തിലേക്കും ഓടുകയാണ് ചെയ്തത്. അങ്ങനെ വന്ന ബ്രാഹ്മണന്മാർ ഒരുപാട് പേരുണ്ട് ഇവിടെ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ മൈസൂറിൽ പോയി നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ മംഗലാപുരത്ത് പോയി നോക്കൂ, അല്ലെങ്കിൽ മൂകാംബിയയിലേക്ക് പോകുന്ന വഴികളിലുള്ള ജില്ലകളിലൊക്കെ നോക്കൂ. ഒരുപാട് ബ്രാഹ്മണ ഹോട്ടലുകളുണ്ട്. ബ്രാഹ്മണന്മാർ ഹോട്ടൽ നടത്തിയിരുന്നവരാണോ? എന്തുകൊണ്ട് അവർ ഹോട്ടൽ നടത്തി? ഉടുപ്പി ഹോട്ടലൊക്കെ നടത്തി. ഇൻക്വിസിഷൻ, ഗോവ ഇൻക്വിസിഷനിലൂടെ പോർച്ചുഗീസുകാർ ആയിരക്കണക്കിന് 10,000-കണക്കിന് ക്രിസ്ത്യാനി ഹിന്ദുക്കളെ കൊന്നു കൊല വിളിച്ച്, ആ കഥ നമ്മളൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടതുണ്ട്, പിന്നൊരു അവസരം ചെയ്യാം. ആ കൊലവിളിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടിയവരാണ് അന്നത്തെ ബ്രാഹ്മണന്മാരും അന്നത്തെ നമ്പൂതിരിമാരുമൊക്കെ. ആ സമുദായത്തിൽ നിന്ന് ഓടി കെട്ടിപ്പിടിച്ചോടിയവരാണ് വിഗ്രഹങ്ങളുമൊക്കെ എടുത്തുകൊണ്ട്. എന്താണ് പറയുന്നത് പിണറായി വിജയൻ സാർ? അപ്പോൾ അതുകൊണ്ട് വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെടുത്തി രാമനെന്നോ സീതയെന്നോ ഒക്കെ പേരിടുമ്പോൾ കഥാപാത്രങ്ങളുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ പ്രധാനമായിരിക്കണം. അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്നൊരു വിഭാഗത്തിന് മാനസിക സംഘർഷം ഉണ്ടാക്കും. അങ്ങനെ ഒരു വിഭാഗത്തിന് മാനസിക സംഘർഷം ഉണ്ടാക്കി ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോണോ? അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടോ? അങ്ങനെ ഒരു സ്വാതന്ത്ര്യം തന്നെ ഉണ്ടോ? ഞാൻ ഇത്രയും വസ്ത്രം ധരിച്ചിരിക്കുന്നു, എനിക്ക് പുറത്തിറങ്ങുമ്പോൾ മിനിമം വസ്ത്രം ശരീരത്തിൽ ധരിക്കാതെ ഇറങ്ങിയാൽ താങ്കൾ വിടുമോ? താങ്കളുടെ പോലീസ് എന്നെ വിടുമോ? ഞാൻ നഗ്നനായി, നാളെ ഞാൻ നഗ്നനായി ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ആളുകൾ നടക്കുന്നുണ്ട്, അത് വേറെ കഥ. ലോകത്ത് ഒരുപാട് സ്ഥലത്ത് നടക്കുന്നുണ്ട്. ഇവിടെ സന്യാസിമാർ, ഈ ഹിമാലയത്തിലുള്ള മറ്റാരും അങ്ങോട്ട് പോകാത്ത ഹിമാലയത്തിലൊക്കെ പലരും നടക്കുന്നുണ്ട്. സന്യാസിമാരുടെ ജീവിതമൊക്കെ വേറെയാണ്. അതിനകത്ത് ഇപ്പം രമണ മഹർഷി നമ്മളെയും കൂടി കമ്പയർ ചെയ്തതായിരുന്നു. രമണ മഹർഷി സന്യാസത്തിൻ്റെ വേറെ ലോകത്തെത്തിയ ആളാണ്, വേറെ സ്വാമിയുടെ ലോകത്തെത്തിയ ആളാണ്, ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിലെത്തിയ ആളാണ്, ആത്മീയതയിൽ. അവരെ പോലെയല്ല ഞാൻ പറയും. സാധാരണ മനുഷ്യർക്ക് വിവസ്ത്രനായി സെക്രട്ടേറിയറ്റ് നടുകൂടെ പോകാൻ പറ്റൂ? എന്ത് സ്വാതന്ത്ര്യം? ഒരു സ്വാതന്ത്ര്യം ഇല്ല. ഇതൊക്കെ വെറുതെ നിങ്ങൾ കൊച്ചുകുട്ടികളുടെ മനസ്സിൽ കുത്തിത്തിരിപ്പ് കുത്തിവെക്കാനുള്ള പരിപാടികളാണ്. അവരെ ജാതിപരമായി മതപരമായി ചിന്തിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഈ പരിപാടി നല്ലതല്ല. രാമനെയും കൃഷ്ണനെയും ഒന്നും കുട്ടികൾ പഠിക്കണ്ട. രാമനും കൃഷ്ണനും മോശമാണ്, സീത മോശമാണ്, പഠിക്കണ്ട കുഞ്ഞുങ്ങളെ എന്ന് പറയാം. പക്ഷെ അവരെ മോശമായി ചിത്രീകരിക്കുമ്പോൾ, അവരെക്കുറിച്ച് മോശമായ ഒരു കല വരുമ്പോൾ, ആ കലയ്ക്കെതിരെ ഒരു വിശ്വാസി സമൂഹത്തിൽ ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അവരെ കൊല്ലരുത്. അതിൻ്റെ പേര് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല. എന്തും പറയുന്നതും എന്തും ചെയ്യുന്നതുമല്ല സ്വാതന്ത്ര്യം. എന്തും പറയുന്നതും എന്തും ചെയ്യുന്നതുമല്ല ആവിഷ്കാര സ്വാതന്ത്ര്യം. അതിന് പക്ഷെ ആരാണ് ഇതിൻ്റെ ചിട്ട തീരുമാനിക്കുക? അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ചിട്ട തീരുമാനിക്കുന്നത് സ്വയം തീരുമാനിക്കണം. കലാകാരൻ സ്വയം തീരുമാനിക്കണം. കായികം നടത്തുന്ന ആൾ സ്വയം തീരുമാനിക്കണം. അല്ലാതെ മറ്റൊരാളുകാർ തീരുമാനിക്കേണ്ട. നിയമം പോലും ആവശ്യമില്ല. പലതിനും നിയമമുണ്ട്, പക്ഷെ നിയമം പോലും ആവശ്യമില്ല. സ്വയം തീരുമാനിക്കണം. അതാണ് പ്രധാനം. അപ്പോൾ ഞാനൊരു കലാരൂപം എടുക്കുമ്പോൾ, ഞാനൊരു സിനിമ എടുക്കുമ്പോൾ, ഞാനൊരു തിരക്കഥ എഴുതുമ്പോൾ വളരെ കൃത്യമായിട്ട് ഞാൻ ആലോചിക്കണം. ഇത് ഇവിടുത്തെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ജനതയുടെ ആരാധനയും വിശ്വാസത്തെയും ചോദ്യം ചെയ്യലാണോ? അങ്ങനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ കഥാപാത്രങ്ങളെ നിശ്ചയിക്കുമ്പോൾ ചില മുൻകരുതലുകൾ എടുക്കണം എന്ന് വിചാരിച്ച അതിൻ്റെ അർത്ഥം സനാതനധർമ്മത്തിൽ, അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, സനാതനധർമ്മത്തിൽ അന്വേഷണം മാത്രമേ ഉള്ളൂ. ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്, സകലതിനെ അന്വേഷിക്കുന്നവരാണ്, പ്രപഞ്ചത്തെ അന്വേഷിക്കുന്നവരാണ്, അതിൻ്റെ ഭാഗമായി വിമർശനം നടത്തുന്നവരാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ സീരിയലുകളിലൊക്കെ എത്ര മോശമായിട്ടാണ് മന്ത്രവാദികളെയും മന്ത്രവാദം വേണമെന്നുള്ള അഭിപ്രായക്കാരനൊന്നുമില്ല, പക്ഷേ പൂജ നടത്തുന്നവരെയും പൂജാരികളെയും ഒക്കെ എത്ര മോശമായിട്ടാണ് സീരിയലുകൾ വരുന്നത്. ആരും നിരോധിക്കാത്തത് എന്താ? ശിവൻ്റെ പാമ്പിൻ്റെ രൂപമൊക്കെ ഇട്ട് ശിവനും വിഷ്ണുവും പാർവതിയൊക്കെ വിട്ട് വന്ന് അവതരിപ്പിക്കുന്നുണ്ട്. പോസിറ്റീവായ നല്ലത് അവതരിപ്പിക്കുന്നുണ്ട്. അത് മോശമാക്കി വികലമായി വിമിക്രക്കാരെ അവതരിപ്പിക്കുന്നുണ്ട്. അതൊക്കെ പ്രോത്സാഹിപ്പിക്കാവോ? കാരണം ഇത് കുറച്ചുകൂടി നമ്മൾ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നെന്ന് പറഞ്ഞിട്ട് ചങ്ങലക്കിടുമോ?
അമ്മയെ ശുശ്രൂഷിക്കും. അച്ഛൻ മോശമാണെന്ന് പറഞ്ഞിട്ട് അച്ഛനെ മോശക്കാരനായിട്ട് ആരെങ്കിലും ചിത്രീകരിച്ചാൽ നമ്മുടെ വീട്ടിലുള്ളവർ പോലും ചിത്രീകരിക്കത്തില്ല അച്ഛനെ, പിന്നെയല്ലേ നാട്ടിലുള്ളവർ ചിത്രീകരിച്ചാൽ നമ്മൾ വിടുന്നത്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഒരുപാട് എഴുതപ്പെടാത്ത നിയമങ്ങളിലൂടെയാണ് സഖാവെ ലോകം മുന്നോട്ട് പോകുന്നത്. ആ എഴുതപ്പെടാത്ത ചിട്ടകളിലും നിയമങ്ങളിലും ഇന്ത്യൻ ഭരണഘടന മാത്രമല്ല, ഭരണഘടന തന്നെ ഈ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ഓരോ സമാജത്തിനും, ഓരോ വിശ്വാസക്കാർക്ക്. അതുകൊണ്ട് രാമനും സീതയും ജാനകിയൊക്കെ പേരിടുമ്പോൾ ശ്രദ്ധിച്ചിടണം. അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായി വിമർശനം സമൂഹത്തിൽ നിന്ന് വരും. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ നിയമം നിശ്ചയിക്കേണ്ടത് അവരവർ തന്നെയാണ്, മറ്റൊരു നിയമമല്ല. എൻ്റെ അഭിപ്രായമാണ്. മൂന്നാമത്തെ കാര്യം, ഇത് പറയേണ്ട വേദിയല്ല പാവപ്പെട്ട മക്കൾ വന്നിരിക്കുന്ന, ചെറുമക്കളെക്കാൾ പ്രായം കുറഞ്ഞ കുഞ്ഞുമക്കൾ വന്നിരിക്കുന്ന സ്ഥലത്ത് ഈ വരട്ട് തത്വവാദം പറയേണ്ട വേദിയല്ല. അവിടെ മാർക്സിസം ലെനിനിസം പഠിപ്പിക്കുന്ന സ്ഥലവുമല്ല. ഇത് എവിടെ ഇത് കിട്ടിയാലും ഇതെടുത്ത് വെച്ചിങ്ങനെ ആരെങ്കിലും എഴുതി കൊടുക്കണ ഈ സാധനം തള്ളുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് ചേർന്നതല്ല. അവിടെ രാമനെ വിശ്വസിക്കുന്നവർ, സീതയെ വിശ്വസിക്കുന്നവർ, സകലതിനെയും വിശ്വസിക്കുന്നവരും ആ വേദിയിൽ വന്നിരിക്കുന്നുണ്ട്. അവരെ വേദനിപ്പിച്ചാൽ താങ്കൾ മുഖ്യമന്ത്രി ആയതുകൊണ്ട്, ഗൺമാൻ ഉള്ളതുകൊണ്ടും, താങ്കൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കൊണ്ടുകൂടി പോലീസിനപ്പുറമുള്ളവരെ കൂടി കൊണ്ട് തല്ലിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ അവർ മിണ്ടാതിരിക്കും, വീട്ടിൽ പോയി പ്രാർത്ഥിക്കും ഇദ്ദേഹത്തിന് സദ്ബുദ്ധി കൊടുക്കണമെന്ന്.